ഈ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഒരു മതരാഷ്ട്രവാദം എന്നുള്ളത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. മതരാഷ്ട്രവാദം കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിലായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും അത് പ്രായോഗികമല്ല. മതരാഷ്ട്രവാദം എന്നുള്ളത് ഒരിക്കലും അത് ഈ ഇന്ത്യ രാജ്യത്തത് പ്രായോഗികമല്ല. അതുകൊണ്ട് മതരാഷ്ട്രവാദത്തിന് നമ്മളെന്താക്കി എതിർത്തുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു എന്ന് മാത്രം. അവരോട് അങ്ങനെ അവർ പറയണം, ഞങ്ങൾക്കത് ഇല്ലയെന്ന് അവർ പറയണം. അത് വളരെ നല്ലതാണ്. ഇല്ലയെന്ന് പറയുക മാത്രമല്ല, അത് പ്രാവർത്തിയായി കാണിച്ചു കൊടുക്കും വേണം. മൗദൂദിനെ അവർ തള്ളും വേണം. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന് ചില ആളുകൾക്ക് അങ്ങനത്തെ ചില വാദങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ശ്രമിക്കേണ്ടത്. നിരവധി പ്രമേയങ്ങൾ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര മുഷാവറ ഉൾപ്പെടെ അംഗീകരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രമേയമായിരുന്നു മതരാഷ്ട്രവാദത്തിനെതിരെ ഉൾപ്പെടെ സമസ്ത മുന്നോട്ട് വെച്ചൊരു പ്രമേയം. അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കാനുള്ളൊരു കാരണം എന്താണ്? ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് സമുദായത്തിൽ സ്വാധീനം ലഭിക്കും? അങ്ങനെയല്ല. മതരാഷ്ട്രവാദത്തിനെതിരിൽ നമ്മൾ പ്രമേയം അവതരിപ്പിക്കാനുള്ള കാരണം ഈ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഒരു മതരാഷ്ട്രവാദം എന്നുള്ളത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. നമുക്ക് നമ്മളെ മതം ശാസിക്കുന്നതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കണം. മതരാഷ്ട്രവാദം കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിലായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും അത് പ്രായോഗികമല്ല. അപ്പോൾ മതരാഷ്ട്രവാദത്തിനെതിരെ അപ്പോൾ പ്രത്യേക സാഹചര്യമൊന്നും നോക്കിയിട്ടല്ല ഞങ്ങളാ പ്രമേയം. മതരാഷ്ട്രവാദത്തിന് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഈ ഇന്ത്യ രാജ്യത്തത് പ്രായോഗികമല്ല. അപ്പോൾ അത് ഇന്ത്യയിലുള്ളതായ മറ്റുള്ള ജനങ്ങളോടും സ്നേഹവും അവരെ ഉള്ള ബഹുമാനവും ആദരവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിന് പുറമേൽക്കും അവർ നമ്മളോട് എതിർപ്പുള്ളവരാവും, അവർ നമ്മളോട് സ്നേഹമില്ലാത്തവരാവും, അല്ലെങ്കിൽ നമുക്ക് അവരോട് സ്നേഹം ഇല്ലാതാവാനുള്ള കാരണമാവും. അപ്പോൾ ആ നിലയ്ക്ക് മതരാഷ്ട്രവാദം എന്നുള്ളത് ഒരിക്കലും അത് ഈ ഇന്ത്യ രാജ്യത്തത് പ്രായോഗികമല്ല. അതുകൊണ്ട് മതരാഷ്ട്രവാദത്തിന് നമ്മളെന്താക്കി എതിർത്തുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു എന്ന് മാത്രം. അല്ലാതെ മറ്റ് ഏതെങ്കിലും പാർട്ടികൾക്ക് ഇവിടെ മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ലേ എന്നതിലേക്ക് നോക്കിയിട്ടല്ല. ഒന്ന്. രണ്ടാമത് പ്രത്യേകപ്പെട്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇങ്ങനെ പല രാഷ്ട്രീയമായ അതിലേക്ക് നോക്കിയിട്ടുമല്ല. ഞങ്ങൾ മൗദൂദിസത്തിനെതിരിൽ മാത്രമല്ല പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. വഹാബിസത്തിനെതിരിലും തബ്ലീഗ് ജമാഅത്തിനെതിരിലും കള്ളത്തരീഖത്തുകൾക്കെതിരിലും അപ്പോൾ അങ്ങനത്തെ അതെല്ലാം പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്കൊക്കെ ഇതിലും ഞങ്ങൾ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചാനലുകാരും നിങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ പ്രത്യേക ഒരു കൂട്ടുകെട്ടുണ്ട് രാഷ്ട്രീയമായിട്ട്. അതിനെതിരിലാണോ ഞങ്ങൾ ഈ പ്രമേയം പാസ്സാക്കി? അപ്പോൾ അത് മൗദൂദിനെ പറ്റി മാത്രമല്ല, മൗദൂദിയത്തിനെ പറ്റി മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി പ്രമേയം പാസ്സാക്കിയ മാതിരിക്കാനും മറ്റുള്ള എല്ലാ ഈ സംഘടനകളെ പറ്റിയൊക്കെ ഞങ്ങൾ പ്രമേയം പാസ്സാക്കി. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം അവരുടെ സ്ഥാപിത കാലഘട്ടം മുതൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു വാദം അവർക്കില്ല എന്ന് പറയുന്നുണ്ട്. സമസ്ത എങ്ങനെയാണ് അതിൽ ആ വിഷയത്തെ? എന്താ അവർ പറയണം, അങ്ങനെ പറയണം എന്നല്ല അവരോട് പറയാനുള്ളത്. അവരോട് അങ്ങനെ അവർ പറയണം, ഞങ്ങൾക്കത് ഇല്ലയെന്ന് അവർ പറയണം. അത് വളരെ നല്ലതാണ്. ഇല്ലയെന്ന് പറയുക മാത്രമല്ല, അത് പ്രാവർത്തിയായി കാണിച്ചു കൊടുക്കും വേണം. മൗദൂദിനെ അവർ തള്ളും വേണം. അവർ തള്ളിയിട്ടില്ല പൂർണ്ണമായിട്ടും എന്നുള്ളത് തള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സമസ്തയുടെ സ്ഥാപിത കാലഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന, മൗദൂദിസം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വഹാബിസം ഉന്നയിക്കുന്ന കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് മുസ്ലിം സംഘടനകൾ, മുജാഹിദ്, ജമാഅത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇത്തരം ആശയപരമായിട്ട് സമസ്ത എതിർപ്പ് പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾക്ക് സമുദായത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ സ്വാധീനം കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? നമുക്ക് അങ്ങനത്തെ വിലയിരുത്തലില്ല അവർക്ക്. കാരണം മുസ്ലിം സമുദായം ഒരിക്കലും ഇങ്ങനെ മതരാഷ്ട്രവാദത്തിലൊന്നും അനുകൂലിക്കില്ലല്ലോ. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന് ചില ആളുകൾക്ക് ചില വാദങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ശ്രമിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആ നിലയ്ക്കൊരു അംഗീകാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. അത് ആർക്കും രാഷ്ട്രീയ പാർട്ടി ഇവിടെ രൂപീകരിക്കാമല്ലോ. അതിൻ്റെ നിയമങ്ങളനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി ആർക്കും രൂപീകരിക്കാം, രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർക്ക് പ്രവർത്തിക്കാം.
അത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നതായിരിക്കും, ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുന്നതായിരിക്കും. അതിപ്പോൾ നമുക്കൊന്നും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളല്ലല്ലോ പറയേണ്ടത്. ജമാഅത്ത് ഇസ്ലാമിയെ ചൊല്ലിയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രമുഖർ തമ്മിലുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം LDF പറയുന്നത് UDF ജമാഅത്ത് ഇസ്ലാമി ഉന്നയിക്കുന്ന മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരെ പിന്തുണക്കുന്നു, അവരുടെ പിന്തുണ സ്വീകരിക്കുന്നു എന്നൊക്കെ. സ്വാഭാവികമായിട്ട് സമസ്തവാദം ഉന്നയിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ട് തള്ളി പറയുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയപ്പെടുന്ന ആശയമുള്ള ആളുകളെ ചേർത്ത് വെക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? അല്ല, ഞങ്ങളങ്ങനെ തള്ളിപ്പറഞ്ഞു, ഞങ്ങൾ അവരെ ആശയത്തിനെ എതിർക്കണുള്ളൂ. അവരെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ അവരെ ആശയത്തിന്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയം സമസ്ത കേരള ജമിയത്തുലുമായി വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിനോട് പൂർണ്ണമായും എതിരുള്ള ആശയങ്ങളാണ്. അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവരെ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞങ്ങളെ മേഖലയല്ല അത്.